പ്രാണനായി. ഭാഗം 9. മതി, ഇനി പൊക്കോ. അതിനു മുന്നേ ഒരു കാര്യം കൂടി. റാമോൻ്റെ മുറി വൃത്തിയാക്കണം. അവന് ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുക്കണം. ശങ്കരനാരായണൻ പറഞ്ഞതും ജയന്തിയും മിത്രയും അതിഷ്ടപ്പെടാത്തതുപോലെ മുഖം ചുളിച്ചു. അത് പിന്നെ അച്ഛാ, എൻ്റെ മോൻ്റെ കാര്യം ഞാനും മിത്രയും കൂടി ചെയ്തു കൊള്ളാം. ഞങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് മറ്റാരും ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എങ്ങനെയൊക്കെയോ പെറുക്കിക്കൂട്ടി ജയന്തി പറഞ്ഞതും രൂക്ഷമായ ഒരു നോട്ടമായിരുന്നു അവർക്ക് മറുപടിയായി തിരികെ കിട്ടിയത്. ഇവിടെ എന്തൊക്കെ പറയണമെന്നും നടക്കണമെന്നും ഞാൻ തീരുമാനിച്ചോളാം. അതിൽ മറ്റാരും ഇടപെടുന്നത് എനിക്കിഷ്ടമല്ല, കേട്ടല്ലോ. ദേഷ്യത്തോടെ അയാൾ പറഞ്ഞതും ജയന്തി പറഞ്ഞ നാവ് തിരിച്ചെടുത്തു. എന്നാൽ ശ്രീറാമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പേടിയോടെ നാലുപാടും കണ്ണുകൾ പായിച്ചു വെട്ടിവിറയ്ക്കുന്ന ശ്രീയെ കണ്ടതും അഭിയിലും കാർത്തിയിലും ഒരുപോലെ സഹതാപം നിറഞ്ഞു. അത്രയും കേട്ടതും നീ തന്നെ ഇവിടെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി തിരികെ നടക്കാൻ തുടങ്ങിയ ശ്രീയെ വീണ്ടും വൈദേഹി തിരികെ വിളിച്ചു. ഒന്നവിടെ നിന്നേ. അവൾ നിന്നു എന്നു കണ്ടതും വൈദേഹി അച്ഛനും അമ്മയ്ക്കും നേരെ തിരിഞ്ഞു. അത് പിന്നെ അമ്മ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ കാർത്തിമോനും ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. എല്ലാവരും ഉള്ള സ്ഥിതിക്ക് പറയാമെന്ന് വിചാരിച്ചു. നേത്രയെ നോക്കി കണ്ണിറുക്കി അവർ എല്ലാവരോടുമായി പറഞ്ഞതും അവളുടെ മുഖം വിടർന്നു. ബാക്കിയുള്ളവരിൽ സംശയം. ശ്രീയെ തിരികെ വിളിച്ചതുകൊണ്ട് തന്നെ ഇത് അവൾക്കുള്ള എന്തെങ്കിലും പണിയാകുമെന്ന് ബാക്കിയുള്ളവർക്ക് ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ വൈദേഹി, നിനക്ക് പറയാനുള്ളത്? ശങ്കരനാരായണൻ ചോദിച്ചു. അത് പിന്നെ നമുക്കെല്ലാവർക്കും അറിയാലോ, കാർത്തിമോന് എപ്പോഴോ തോന്നിയ ബുദ്ധിമോശത്തിലാണ് ഈ പെണ്ണിനെ വിവാഹം കഴിച്ചത് എന്ന്. അത് അവനെന്തായാലും അവളെ അംഗീകരിച്ചിട്ടുമില്ല. ഇവളുടെ കാര്യത്തിലൊന്നും ഇടപെടുന്നുമില്ല. അതിനർത്ഥം മോന് ഇവളെ ഇഷ്ടമല്ല എന്ന് തന്നെയല്ലേ? കാർത്തിയുടെ മുഖത്തേക്ക് ഇടക്കണ്ണിട്ട് നോക്കിക്കൊണ്ടാണ് അവർ അത്രയും പറഞ്ഞത്. എന്നാൽ അവൻ അത് കേട്ടിട്ടും യാതൊരു ഭാവമാറ്റവും ഇല്ല എന്ന് കണ്ടതും ഇനിയും പറയാനുള്ള ആവേശം അവർക്കുണ്ടായി. ശ്രീയുടെ തല വീണ്ടും വീണ്ടും അപമാനത്താന ഭാരത്താൽ കുനിഞ്ഞുകൊണ്ടേയിരുന്നു. ആ സമയവും ഭാമിയുടെയും ഊമയുടെയും ദേവനാരായണൻ്റെയും മഹിയുടെയും ഉൾപ്പെടെ കണ്ണുകൾ കാർത്തിയുടെ നേരെയായിരുന്നു. അവനിൽ യാതൊരു ഭാവമാറ്റവും ഇല്ല എന്ന് കണ്ടതും എല്ലാവരിലും നിരാശ നിറഞ്ഞു, ഒപ്പം ദേഷ്യവും. എന്താ നീ പറഞ്ഞു വരുന്നത് വൈദേഹി? ആദ്യം അത് തെളിച്ചു പറ. അല്ല, കാർത്തിമോൻ ഇവളെ ഇഷ്ടമല്ലാത്ത സ്ഥിതിക്ക് എങ്കിൽ പിന്നെ അവൻ്റെ പേരിലുള്ള താലി ഇവളെ ഇട്ടുകൊണ്ട് നടക്കുന്നതിൽ അർത്ഥമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ആ താലി അഴിച്ചു മേടിക്കണം. യാതൊരു അർത്ഥവുമില്ലാതെ ആ താലി അവളുടെ കഴുത്തിൽ കിടക്കുന്നത് അത്ര നല്ലതായി എനിക്ക് തോന്നുന്നില്ല. അതിലും നല്ലത് അത് അഴിച്ചു വാങ്ങുന്നത് തന്നെയാണ്. കോവിലകത്തിലെ വേലക്കാരി ഇവിടുത്തെ ചെക്കൻ്റെ താലി കഴുത്തിലണിഞ്ഞു നടക്കുന്നത് നമുക്കും മാനക്കേട് തന്നെയാണ്. ഇടുത്തിയ പോലെയായിരുന്നു വൈദേഹിയുടെ വാക്കുകൾ ശ്രീയിൽ തറഞ്ഞു കയറിയത്. പേടിയോടെയും ഭയത്തോടെയും അവൾ തൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലിമാലയിൽ അമർത്തിപ്പിടിച്ചു. സത്യത്തിൽ അത് പലപ്പോഴും തനിക്കൊരു ബലമായിരുന്നു എന്ന് അവൾ ആലോചിച്ചു. അത് ഊരിക്കൊടുക്കാൻ തന്നെക്കൊണ്ടാവില്ലെന്നും, എങ്കിൽ കൂടി ഇത്ര പേരുടെ മുന്നിൽ വെച്ച് താലി തന്നോട് ആവശ്യപ്പെട്ടാൽ അത് അഴിച്ചു കൊടുക്കേണ്ടി തന്നെ വരുമെന്ന് നിസ്സഹായതയോടെ ഓർത്തതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും തനിക്കില്ല എന്ന് കണ്ടതും നിസ്സഹായത അവളെ വീണ്ടും കാർന്നു തുടങ്ങി. അതോടൊപ്പം മറ്റൊന്നുകൂടി അവൾ തീരുമാനിച്ചിരുന്നു. ഈ താലി അഴിച്ചു കൊടുക്കേണ്ടി വന്നാൽ അന്ന് തന്നെ, അല്ലെങ്കിൽ ആ നിമിഷം തന്നെ ശ്രീനന്ദ കോവിലകം തറവാടിൻ്റെ പടിയിറങ്ങുമെന്ന്. ഒരുപക്ഷെ അവളെ ഇപ്പോഴും ഇവിടെ പിടിച്ചു നിർത്തുന്നത് ആ താലി മാത്രമായിരുന്നു. ശ്രീയുടെ കൂടെ തന്നെ മറ്റുള്ളവർക്കും അത് ഒരമ്പരപ്പ് തന്നെയായിരുന്നു നിറച്ചത്. ഒരു പെണ്ണിൽ നിന്നും താലി ഊരി വാങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ അത് തീർത്തും അപരാധമാണെന്ന് അവിടെയുള്ളവർക്ക് വിളിച്ചു പറയാൻ തോന്നി. വൈഗാമിയിലും നേരിയൊരു പരിഭ്രമം നിറഞ്ഞു. നീ എന്തൊക്കെയായി പറയുന്നത്? ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ താലി ഊരി വാങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ അത് തീർത്തും അസംബന്ധമല്ലേ? എൻ്റെ അമ്മേ, മോൻ ഇഷ്ടമല്ലാത്ത സ്ഥിതിക്ക് ഒരു ഭാരമായി അവൻ്റെ പേരിലുള്ള താലി എന്തിനാ ഈ പെണ്ണ് ഇട്ടുകൊണ്ട് നടക്കുന്നത്? അതും വെറും ഒരടിച്ചുതളിക്കാരി. അങ്ങനെയുള്ളപ്പോൾ അത് ഊരി വാങ്ങുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പോഴൊക്കെ വിവാഹബന്ധം വേർപെടുത്തി കഴിയുമ്പോൾ താലി ഊരി വാങ്ങുന്നില്ലേ? അതുപോലെ തന്നെ കണ്ടാൽ മതി. എന്നാലും എന്തുകൊണ്ടോ അതൊരിക്കലും വൈഗാമിക്ക് അംഗീകരിക്കാനാകുന്നുണ്ടായിരുന്നില്ല. ഇതിനായിരുന്നുവെങ്കിൽ തനിക്ക് നേരത്തെ സാധിക്കുമായിരുന്നു. എങ്കിൽ കൂടി അത് ചെയ്യാതിരുന്നത് ഓരോരോ കാരണങ്ങൾ ഓർത്ത് മാത്രമായിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും മുന്നിൽ വെച്ച് വൈദേഹി അങ്ങനെ പറഞ്ഞതും തീർത്തും ഒന്നും പറയാനാകാതെ ഇരുന്നു പോയി വൈഗാമി. എന്നാൽ ശങ്കരനാരായണൻ അപ്പോഴും മൗനമായി അതിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. നീ എന്തൊക്കെ വിഡ്ഢിത്തമാണ് വൈദേഹി വിളിച്ചു പറയുന്നത്? എൻ്റെ മകൻ്റെ താലി അറുക്കാൻ മാത്രം നീ എത്ര ക്രൂരയാണോ? തലകുനിച്ച് തൻ്റെ താലിയിൽ കൂട്ടിപ്പിടിച്ചുകൊണ്ടുള്ള ശ്രീനന്ദയുടെ നിൽപ്പ് കണ്ടതും അത് കണ്ട് നിൽക്കാനാകാതെ ഉമ വൈദേഹിക്ക് നേരെ ദേഷ്യപ്പെട്ടു. എന്നാൽ ആ ദേഷ്യം പോലും പുച്ഛത്തോടെ തള്ളിക്കളയുകയായിരുന്നു അവർ ചെയ്തത്. പ്രതീക്ഷയോടെ അവരുടെ കണ്ണുകൾ ശങ്കരനാരായണനിലും വൈഗാമിയിലും മാത്രം ചുറ്റി നിന്നു.
അതിന് നമ്മളാരും അവളെ ഈ തറവാടിൻ്റെ മരുമകളായി അംഗീകരിച്ചിട്ടില്ലല്ലോ ഏട്ടത്തി. പിന്നെ എന്തിനാ ഏട്ടത്തി ഇത്ര രോക്ഷം കൊള്ളുന്നത്? എന്താ ഞങ്ങളോടൊന്നും പറയാതെ മകൻ്റെ ഭാര്യയായി ഏട്ടത്തി അംഗീകരിച്ചിരുന്നോ ഈ ബാല്യക്കാരിയെ? ദേഷ്യത്തോടെയുള്ള അവരുടെ വാക്കുകൾ കേട്ടതും ഒന്നും പറയാനാകാതെ തലകുനിച്ചു നിന്നു ഉമ. മിത്രയ്ക്കും ആര്യയ്ക്കും കാർത്തിയുടെ ഈ ഇരിപ്പ് കണ്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എങ്കിലും ഒന്നും ചെയ്യാൻ അവർക്കും കഴിയില്ലല്ലോ. അപ്പോഴും അഭിയുടെ കണ്ണുകൾ ഒന്നിലും ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന കാർത്തിയിലായിരുന്നു. എന്നാൽ അതോടൊപ്പം ചുരുളുന്ന അവൻ്റെ കൈമുഷ്ടി കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അവൻ ശ്രദ്ധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ. അത് അഭി ഒഴികെ മറ്റാരും ശ്രദ്ധിച്ചുമില്ല. വൈദേഹി പറഞ്ഞതിലും കാര്യമുണ്ട്. കോവിലകം തറവാടിൻ്റെ മരുമകളായി വാഴാൻ മാത്രമുള്ള മഹിമയൊന്നും ഈ അനാഥ പെണ്ണിനില്ല. മാത്രവുമല്ല, കാർത്തി ഇവളെ ഭാര്യയായി അംഗീകരിക്കാത്തിടത്തോളം കാലം ഈ തറവാട്ടിൽ ഇവൾക്ക് അവകാശങ്ങളുമില്ല. അവൻ എന്തായാലും ഈ ബാല്യക്കാരിയെ അംഗീകരിക്കാൻ പോകുന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ താലി അറുത്തു മാറ്റേണ്ടത് തന്നെയാണ്. അവസാന വാക്കായി ശങ്കരനാരായണൻ പറഞ്ഞതും ഇനിയും ഇതിൽ കൂടുതൽ ഒന്നും താങ്ങാനാവില്ല എന്നതുപോലെ ശ്രീ ചുവരിലേക്ക് ചാരി നിന്നു. ആ ചുവരില്ലെങ്കിൽ ഒരുപക്ഷെ താൻ തളർന്നു വീഴുമായിരുന്നു എന്നുപോലും അവൾ ആലോചിച്ചു. നേത്രയുടെ കണ്ണുകൾ അപ്പോഴും ശ്രീനന്ദയിൽ തന്നെയായിരുന്നു. ഇടുപ്പോളം കട്ടിയുള്ള മുടിയും ഒരു ചമയങ്ങളില്ലെങ്കിൽ കൂടിയും അത്ര ഭംഗിയുള്ള മുഖവും അകാരവടിവും എല്ലാം അവളെ തന്നേക്കാളും ഇവിടെയുള്ള മറ്റുള്ളവരെക്കാളും ഒക്കെ ഭംഗിയുള്ളതാക്കുന്നു എന്നുള്ള അസൂയ അവളിൽ പലപ്പോഴായി ഉണ്ടായിട്ടുണ്ട്. പട്ടിണി കിടത്തിയിട്ട് പോലും അവളുടെ ഭംഗിക്ക് യാതൊരു കുറവും ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇന്ന് ഒന്നും ചെയ്യാനാകാതെ തലകുനിച്ചു നിസ്സഹായിയായി നിൽക്കുന്ന അവളെ നേത്ര ആവേശത്തോടെ നോക്കി. ആ താലി അറുത്തു മാറ്റിയാൽ അവളുടെ മുഖം പോലും താൻ വികൃതമാക്കുമെന്ന് മനസ്സിൽ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. അച്ഛൻ എന്തൊക്കെ ഈ പറയുന്നത്? വൈദേഹി, നിനക്കും വിവരമില്ലാതായി തുടങ്ങിയോ? അത്ര നേരം ഇതെല്ലാം കേട്ടു നിന്നിരുന്ന വിജയരാഘവൻ ഇനിയും കൂടുതലൊന്നും കേൾക്കാൻ നിൽക്കാതെ ദേഷ്യത്തോടെ ഭാര്യയായ വൈദേഹിയോട് ചോദിച്ചു. ഞാൻ എന്താ അപരാധം പറഞ്ഞു എന്നാ വിജയേട്ടൻ പറയുന്നത്? വൈദേഹി വിനയത്തോടെ ചോദിച്ചു. വിജയ, ഈ തറവാട്ടിലെ അവസാന വാക്ക് എൻ്റേതാണെന്ന് തനിക്കറിയാമല്ലോ. അതുകൊണ്ട് ഇവിടെ മറ്റൊരാളുടെ വാക്ക് എൻ്റേതിനേക്കാൾ മുകളിൽ മുഴങ്ങേണ്ട ആവശ്യമില്ല. തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ അച്ചി വീട്ടിൽ കഴിയുന്നു എന്ന് വിചാരിച്ച് ഞാനൊരു കോന്തനാണെന്ന് നിങ്ങളാരും എന്നെക്കുറിച്ച് വിചാരിക്കരുത്. ഒരു പെൺകുട്ടിയുടെ കണ്ണുനീര് വീണാൽ കോവിലകം തറവാട് എത്ര ആഢ്യത്തോടെയാണ് കഴിയുന്നത് എന്ന് പറഞ്ഞാലും അത് നശിച്ചു പോവുക തന്നെ ചെയ്യും. ദേഷ്യത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് വിജയരാഘവൻ പുറത്തേക്ക് നടന്നു. ഒപ്പം കാർത്തിയെ ഒന്ന് തുറച്ചു നോക്കാനും അയാൾ മറഞ്ഞില്ല. ഇതിൽ കൂടുതൽ ഒന്നും കാണാനും കേൾക്കാനും അയാൾക്കും വയ്യായിരുന്നു. ദേഷ്യത്തോടെയുള്ള വിജയരാഘവൻ്റെ വാക്കുകൾ കേട്ടതും ശങ്കരനാരായണൻ ഒന്ന് നടുങ്ങിയെങ്കിലും അതിലും മുന്നിൽ നിന്നത് അയാളുടെ അഹംഭാവം മാത്രമായിരുന്നു. എന്നാൽ എല്ലാം കണ്ടും കേട്ടും വൈകാമി ഒന്നും പറയാനില്ലാതെ നിന്നു. കാർത്തി! അയാളുടെ വിളി പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇരിക്കുകയായിരുന്നു കാർത്തി സോഫയിൽ. തനിക്കുള്ള ഊഴം എത്തിയെന്നറിഞ്ഞതും അവനിലൊരു പുച്ഛച്ചിരി വിരിഞ്ഞു. ഇവിടെ ഈ നടക്കുന്നതൊന്നും നീ എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല? നിന്റെ കാര്യമാണ് ഞങ്ങളിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താ അത് കേൾക്കണ്ടെന്നായോ നിനക്ക്? ഞാൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഫോൺ ഓഫ് ചെയ്ത് സോഫയ്ക്ക് സൈഡിലേക്ക് വെച്ചുകൊണ്ട് അവൻ ശങ്കരനാരായണൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. എങ്കിൽ ഞാൻ പറയുന്നു, ആ ബാല്യക്കാരി പെണ്ണിൻ്റെ കഴുത്തിൽ നിന്നും നീയായി കെട്ടിയ താലി നീയായി തന്നെ അഴിച്ചെടുക്കണം. ഒപ്പം അവളുടെ സീമന്തരേഖയിലെ സിന്ദൂരവും നീ മായ്ച്ചു കളയണം. തന്നെ അനുസരിക്കാൻ എന്നതുപോലെ നിൽക്കുന്ന തൻ്റെ കൊച്ചുമകനെ നോക്കി അയാൾ അഹങ്കാരത്തോടെ പറഞ്ഞതും എല്ലാവരും ഞെട്ടലോടെ അയാളെയും കാർത്തിയെയും മാറി മാറി നോക്കി. എന്നാൽ അപ്പോഴും അവൻ്റെ മുഖത്ത് യാതൊരു ഭാവവും തെളിഞ്ഞിരുന്നില്ല. എല്ലാവരെയും ഒന്ന് നോക്കി അവൻ സോഫയിൽ നിന്നും എഴുന്നേറ്റു. ഒരു നിമിഷം അഭിയും ഞെട്ടലോടെ അവനെ നോക്കി. കാരണം ഇന്നലെ വരെ അവളെ എങ്ങനെയെങ്കിലും ഉപേക്ഷിക്കണമെന്നു പറഞ്ഞു നടന്ന അവൻ ഇന്ന് ഈ ഒരു അവസരം കിട്ടിയപ്പോൾ അത് ഉപയോഗിക്കുമോ എന്ന് പോലും അഭി ഭയന്നു. തറവാട്ടിലുള്ളവരുടെ ഈ സംഭാഷണങ്ങളെല്ലാം കേട്ടുകൊണ്ടാണ് സിദ്ധു അകത്തേക്ക് വന്നത്. കാർത്തി അവനിൽ നിന്നും ശ്രീയെ മോചിപ്പിക്കാൻ ഒരുങ്ങുകയാണ് എന്ന് കണ്ടതും സിന്ധുവിൽ വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞു. ഇനി മുന്നോട്ടുള്ള തൻ്റെ വഴി കൂടുതൽ എളുപ്പമാകും എന്നവൻ കണക്കുകൂട്ടി. അതുകൊണ്ട് തന്നെ അതേ സന്തോഷത്തോടെ കാർത്തി ശ്രീയുടെ താലി ഊരുന്നത് കാണാൻ അവൻ അത്രയധികം ആഗ്രഹത്തോടെ നോക്കി നിന്നു. എല്ലാവരും നോക്കി നിൽക്കെ തനിക്കരികിലേക്ക് ചുവടുവെക്കുന്നവനെ പേടിയോടെയായിരുന്നു ശ്രീ അറിഞ്ഞത്. അവൻ്റെ സാമീപ്യം തനിക്ക് അരികിലെത്തി എന്നറിഞ്ഞതും തൻ്റെ കഴുത്തിൽ കിടക്കുന്ന താലിയിൽ മുറുകെ പിടിച്ച് അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. അപ്പോഴും തോരാതെ ആ കണ്ണുകൾ പെയ്തുകൊണ്ടേയിരുന്നു. തുടരും. പ്രാണനായുടെ അടുത്തൊരു ഭാഗവുമായി ഉടനെ എത്തുന്നതാണ് എന്ന് നിങ്ങളുടെ സ്വന്തം നില.